മാരാരിക്കുളത്ത് വൻകിട റിസോർട്ടിന്റെ ഭൂമി ഇടപാടിൽ തീരദേശവാസികൾക്ക് വഴി നഷ്ടപ്പെട്ട സംഭവത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യം സാധ്യമാക്കി ന്യൂസ് 18. ആലപ്പുഴ MLA PP ചിത്തരഞ്ജന്റെ നേതൃത്വത്തിൽ റിസോർട്ട് അധികൃതരുമായി നടന്ന ചർച്ച വിജയകരമായി അവസാനിച്ചു. 3 മാസത്തിനുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് റോഡ് നിർമ്മിച്ചു നൽകുമെന്ന് PP ചിത്തരഞ്ജൻ അറിയിച്ചു. ഫലത്തിൽ ഈ സ്ഥലം 3 മീറ്റർ വീതിക്ക് നമുക്ക് മുഴുവൻ ആവശ്യപ്പെട്ടതുപോലെയുള്ള വഴി സാധ്യമാക്കി ഫാറം അവരെ ഏൽപ്പിച്ചു. ഒരാഴ്ചക്കാലത്തിനുള്ളിൽ അവർ ആ ഫാറം ഒപ്പിട്ട് അവർക്ക് ഇതൊക്കെ പറഞ്ഞാലും ഇതുങ്ങളെല്ലാം ഉദ്യോഗസ്ഥന്മാരാണ്. കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് മെമ്പർമാരോട് പറയണം. അപ്പോൾ കമ്പനിയുടെ ഡയറക്ടർ അവിടെ വെച്ച് അനുവാദം വാങ്ങിത്തരും. അപ്പോൾ നമുക്ക് ഇപ്പോൾ റോഡിൻ്റെ പടി എന്തായാലും ഇപ്പോൾ തുടങ്ങാം. കാരണം ഇതിനെ ആസ്തി രജിസ്റ്റർ കയറ്റണം. ഇത് തന്നിട്ട് ആസ്തി രജിസ്റ്റർ കയറ്റണം. 2-3 മാസത്തിനുള്ളിൽ ചെയ്യാൻ കഴിയും. പക്ഷേ അതിനു മുമ്പ് തന്നെ വഴി നന്നായിട്ട് എർത്ത് വർക്ക് നടത്തി ജനകീയമായിട്ട് എർത്ത് വർക്ക് നടത്തണം എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ എർത്ത് വർക്ക് നടത്തും. അതിനുശേഷം അവർ അവിടെ നടത്താൻ പോകുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങൾ അവരാണല്ലോ ചെയ്യണം. അപ്പോൾ ചെയ്യുമ്പോൾ നമ്മുടെ ആ പ്രദേശത്തുള്ള അടിസ്ഥാനപരമായ വികസനവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും സഹായിക്കണമെന്ന് നമ്മൾ അവർക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ വളരെ അനുകൂലമായ നിലപാടെടുത്തിട്ടുണ്ട്. കൺസെൻറ്റ് ഒരാഴ്ചക്കുള്ളിൽ എത്തിക്കാം. പഞ്ചായത്ത് മെമ്പർ തന്നെ ചുമതലപ്പെടുത്തി. ആ കൺസെൻറ്റ് കിട്ടിയാൽ ഉടനെ പഞ്ചായത്തിൻ്റെ ആസ്തി രജിസ്റ്റർ, അപ്പോൾ പിന്നെ ഇതിൻ്റെ കരവടച്ചൻ്റെ രസീറ്റും കൂടെ അവർ തരണം. അതിപ്പോൾ തരും. തന്നാൽ ഉടനെ നമ്മൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടികൾ സ്വീകരിക്കും. പിന്നെ എർത്ത് വർക്ക് ജനകീയ പങ്കാളിത്തത്തോടെ തന്നെ നടത്തി പൂർത്തീകരിച്ചിടും. ഈ വിഷയത്തിൽ ന്യൂസ് 18 നൽകിയ വാർത്തയെ തുടർന്നാണ് അധികൃതരുടെ ഇടപെടലുണ്ടായത്. വഴി ലഭിക്കുന്നതിൽ സന്തോഷത്തിലാണ് തീരവാസികളും ആ പ്രദേശത്തെ പൊതുപ്രവർത്തകരും. വഴി റോഡായി മാറുക അപ്പോൾ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അടുത്ത ദിവസം വഴി മാത്രമല്ല, അവിടെ റോഡും 2 പാലവും കൂടെ വേണം. എന്നാലേ 3 പാലം പടിഞ്ഞാറ് അറ്റത്തൊരെണ്ണം കൂടെ ഉണ്ട്. അപ്പം 3 പാലവും കൂടെ വരണം. അവിടെ ഒരു അംഗനവാടി ഉണ്ട്. അംഗനവാടി ഇപ്പോൾ ടെൻഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം കാര്യങ്ങൾ വരും. നന്നായിട്ട് പോകണം എന്ന് തന്നെയാണ്. ഇപ്പോൾ എന്തായാലും കുറേ പേര് മെനക്കെട്ട് പ്രദേശവാസികളുടെ ശക്തമായ നിലപാടാണ് ഇതിനകത്തൊരു തീരുമാനം. ബഹുമാനായിട്ടുള്ള MLA-യുടെ ഇടപെടലും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വന്നത്. ഞങ്ങൾ വളരെ സന്തോഷം. അതിന് ഞങ്ങൾ ന്യൂസ് 18-നോട് നന്ദി പറയുന്നു. ഇങ്ങനെ വെളിച്ചത്തത് കൊണ്ടുവരികയും ഇതെല്ലാം പെട്ടെന്ന് അധികാരികൾ ഇടപെടുകയൊക്കെ ചെയ്തതിൽ വളരെ സന്തോഷം. അപ്പോൾ ഞങ്ങൾ മാനേജ്മെൻറ്റിനെയും വിശ്വസിക്കുകയാണ്. അവർ തരാമെന്ന് വളരെ സൗഹാർദ്ദപരമായിട്ടാണ് പറഞ്ഞേക്കുന്നത്. 1 വീക്കാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കാത്തിരിക്കാം. ഒരാഴ്ചയ്ക്കുള്ളിൽ വഴി വിട്ടു നൽകിക്കൊണ്ടുള്ള അനുമതി പത്രം ഒപ്പിട്ട് നൽകുമെന്ന് റിസോർട്ട് അധികൃതർ വ്യക്തമാക്കി. പ്രശ്നപരിഹാര ചർച്ചയ്ക്ക് ശേഷമായിരുന്നു കമ്പനി പ്രതിനിധികളുടെ പ്രതികരണം. ഈ ഒരു സംഭവം നമ്മളുടെ പരിഗണനയിലേക്ക് വന്നപ്പോൾ ഞങ്ങളുടെ ഇൻവെസ്റ്റേഴ്സ്, അതായത് കമ്പനിയുടെ മാനേജേഴ്സ് അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞത് അവിടുത്തെ പ്രദേശവാസികൾക്ക് ഒരിക്കലും ബുദ്ധിമുട്ട് വരുന്ന ഒരു കാര്യവും നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൂടാ. അപ്പോൾ പഞ്ചായത്ത് എന്താണോ ആവശ്യപ്പെടുന്നത് അത് ചെയ്തു കൊടുക്കണം എന്ന് തന്നെയാണ് ആദ്യം തന്നെ നമ്മൾ തീരുന്നത്. പിന്നെ അതിൽ തീരുമാനം എടുക്കാൻ കുറച്ച് വൈകി. കാരണം നമ്മുടെ ഇന്റേണൽ കമ്പനി പോളിസി പ്രൊസീജിയറിൽ കുറച്ച് ഡിലേ വന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും MLA-യുടെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്തപ്പോൾ അത് വളരെ ഉപകാരപ്രദമായി, ഞങ്ങൾക്കും അവർക്കും നാടിന് ഉപകാരപ്രദമായ രീതിയിൽ എല്ലാം വളരെ ഭംഗിയായിട്ട് ഒത്തുതീർക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഇപ്പോൾ സൊല്യൂഷനായിട്ട് നമ്മൾ കൺസെൻറ്റ് കൊടുത്തിരിക്കുന്നത് അവർക്ക് ഇപ്പം നാട്ടിലെല്ലാവർക്കും കൂടെ ആയിട്ട് നമുക്കൊരു വഴി എങ്ങനെയാണ് ഒരു മാപ്പ് തന്നിട്ടുണ്ട്. ആ മാപ്പിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് വഴി കൊടുക്കേണ്ടത് ആ രീതിയിൽ നമ്മൾ കൺസെൻറ്റ് കൊടുത്തു. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശരണ്യ, ആദ്യം അഭിനന്ദനങ്ങൾ. കാരണം ഒരു പ്രദേശത്തെ ഒരു വലിയ ജനങ്ങൾക്ക് വഴി നഷ്ടപ്പെട്ട സാഹചര്യം, സഞ്ചാര സ്വാതന്ത്ര്യം അത് സാധ്യമാക്കി നൽകുക എന്ന് പറയുന്ന ഒരു ഉദ്യമം ഏറ്റെടുത്തതിന്. ഇനി എങ്ങനെയൊക്കെയായിരുന്നു ഈ ചർച്ചകൾ, എങ്ങനെയൊക്കെയായിരുന്നു അതിൻ്റെ കണ്ടീഷൻസ് നാട്ടുകാർ വെച്ചത്? അതിനോട് ഏത് തരത്തിലാണ് ഈ MLA-യുടെ ഇടപെടലാണോ അത് എളുപ്പത്തിൽ സാധ്യമായത്? ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെ ഉണ്ടായ ഇടപെടലുകൾ എങ്ങനെയൊക്കെയായിരുന്നു? തീർച്ചയായിട്ടും അതിനകത്ത് ഏറ്റവും ന്യൂസ് 18-നെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസം കൂടിയാണ്. കാരണം ഏകദേശം 52ഓളം വരുന്ന കുടുംബങ്ങളുടെ ഒരു പ്രശ്നം, അതായത് തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികളായ കുടുംബങ്ങൾക്ക് അവരുടെ സ്വന്തം ഭൂമിയിൽ നിന്നും ഒഴിഞ്ഞു പോകേണ്ട തരത്തിലുള്ള സാഹചര്യത്തിലേക്ക്, സമ്മർദ്ദങ്ങളിലേക്ക് ആ മനുഷ്യരെ കൊണ്ടെത്തിച്ച സംഭവമായിരുന്നു നമ്മൾ പുറം ലോകത്തേക്ക് എത്തിച്ചത്. അതിൽ പ്രധാനപ്പെട്ടത് മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് 24-ാം വാർഡിലെ ഒരു 25
ഏക്കർ വരുന്ന ഒരു വലിയ ഭൂമി, ആ ഭൂമി റിസോർട്ട് ഉടമകൾ സ്വന്തമാക്കുക വഴി ആ പ്രദേശത്ത് ഇതിനു മുൻപ് താമസിച്ചിരുന്ന പരമ്പരാഗതമായ വഴികൾ ഉപയോഗിച്ചിരുന്ന ആ പ്രദേശവാസികൾക്ക് ആദ്യം ആ റിസോർട്ടുകൾക്കുള്ളിലൂടെ, ആ റിസോർട്ടിന്റെ ഭൂമിക്കുള്ളിലൂടെയുള്ള വഴി മാറ്റി താങ്കൾക്ക് അതിന്റെ തെക്കേ അതിര് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ജനങ്ങളും പൊതുജനങ്ങളും ഒപ്പം തന്നെ റിസോർട്ടും കൂടി ചേർന്ന് വഴിയൊരുക്കാം, ഒരു റോഡ് ഒരുക്കാം എന്നുള്ളൊരു വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ 25 ഏക്കറിൽ ഒരിടത്ത് പോലും അവിടുത്തെ പ്രദേശവാസികൾ ഒരു ശല്യവും ചെയ്യാതെ മാറി നിന്നു എന്നുള്ളതാണ്. അത് കാത്ത് ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ അവർ ഭീമാകാരമായ മതിലുകൾ ആ തീരദേശ മേഖലയിൽ കെട്ടിത്തുടങ്ങിയപ്പോൾ ഇതിന്റെ എൻഡ്, അതായത് ഒരു ഭാഗം മാരാരിക്കുളത്ത് ഏറ്റവും മനോഹരമായ കടൽ തീരമാണ്, മറുഭാഗം തീരദേശ ഹൈവേ ആണ്. തീരദേശ ഹൈവേയോട് ചേരുന്ന ഭാഗത്ത് ഭൂമി വിട്ടു നൽകാൻ, കൺസെന്റ് ഒപ്പിട്ട് നൽകാൻ, ഔദ്യോഗികമായത് നൽകാൻ തയ്യാറല്ല, വാക്കാൽ മാത്രമേ നൽകൂ എന്ന് പറഞ്ഞതോടുകൂടി അവിടുത്തെ മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടക്കം, അതായത് 3 പാലങ്ങൾ വരുന്നുണ്ട്, ഒരു അംഗനവാടി കെട്ടിടമുണ്ട്, ഒപ്പം ഈ പടിഞ്ഞാറേ അറ്റത്ത് നിന്ന് കിഴക്കേ അറ്റം വരെ മെയിൻ, അതായത് പ്രധാന പാതയിലേക്ക് എത്തുന്ന വഴികളെല്ലാം അടയുന്നു എന്നൊരു അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് നമ്മൾ ഉൾപ്പെടെ അതിനകത്ത് ഇടപെടുന്നത്. ആ സ്ഥലം നമ്മൾ സന്ദർശിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വലിയ മതിലുകളാണ്. അതായത് വീടുകൾ ആദ്യം 7 ഏക്കറിൽ നിന്നാണ് കുരുവി എന്ന് പറഞ്ഞൊരു ഹോട്ടൽ ഉടമകളാണ് അവിടെ ആദ്യം പ്രോപ്പർട്ടി വാങ്ങുന്നത്. അതിനുശേഷം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ഗ്രൂപ്പാണ് അത് വാങ്ങിയിട്ടുള്ളത് എന്നുള്ള സൂചന നമുക്കിപ്പോൾ ലഭ്യമായിട്ടുണ്ട്. അവർ പിന്നീട് അത് 25 ഏക്കറിലേക്ക് വ്യാപിപ്പിക്കുന്നു. 25 ഏക്കറിലേക്ക് വ്യാപിപ്പിക്കുമ്പോൾ ആ 25 ഏക്കറിനകത്ത് അതിന് ചുറ്റും പല മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുണ്ടായിരുന്നു. അവർക്ക് വിറ്റ് പോകാൻ കഴിയാത്ത സാഹചര്യമുള്ള ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവർ അവിടെ വീട് വെച്ചപ്പോൾ അതിന് ചുറ്റും, ആ വീടുകൾക്ക് ചുറ്റും മതിലുകൾ, വലിയ കോമ്പൗണ്ട് വാളുകൾ ഉയർന്നുകൊണ്ട് വരികയും ആ പ്രദേശത്തുള്ള ആളുകൾ ഈ സ്ഥലം വിൽക്കാനായി സമ്മർദ്ദത്തിലാവുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ പുറത്തു വന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ. അതിനെ തടുത്തു നിൽക്കുന്ന മനുഷ്യർക്ക് അവിടെ സഞ്ചാരം അടക്കമുള്ള കാര്യങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതായിരുന്നു ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു നീതി നിഷേധമായി നമ്മൾ ചൂണ്ടിക്കാട്ടിയത്. മാത്രമല്ല, അവിടെ അത്രയും വലിയൊരു പ്രൊജക്റ്റ് നടക്കുന്നതിന് അവിടുത്തെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കൊന്നും തന്നെ യാതൊരു എതിർപ്പുമില്ല. അവർക്ക് അതിനകത്തുകൂടി അവർ പരമ്പരാഗതമായി ഉപയോഗിച്ചിരുന്ന വഴി വേണമെന്നുള്ള ആവശ്യങ്ങളൊന്നും അവർ ഉന്നയിക്കുന്നില്ല. മറിച്ച് തങ്ങൾ കൂടി വിട്ടു നൽകുന്ന ഭൂമി, ഒപ്പം റിസോർട്ട് ചില ഭാഗങ്ങൾ ഭൂമി വിട്ടു നൽകണം. അത്തരം ഭൂമികൾ വിട്ടു നൽകി അവിടെ ഒരു 3 മീറ്റർ വീതിയിൽ വാഹനങ്ങൾ ഉൾപ്പെടെ കടന്നു പോകാൻ കഴിയുന്ന ഒരു വഴി വേണം. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കിടപ്പ് രോഗികളായ ആളുകൾ ഉണ്ടായിരുന്നു, ഒപ്പം തന്നെ കുട്ടികൾ, കുട്ടികളുടെ ഒരു അവസ്ഥയാണ്. കാരണം 25 ഏക്കറോളം ഭൂമി ആ പ്രദേശത്ത് വാങ്ങിയതോടുകൂടി കുട്ടികൾ വഴി തെളിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. ഒപ്പം തന്നെ ഈ ഭാഗം മുഴുവൻ കാട് പിടിച്ച ഒരു അവസ്ഥയിൽ, ഒരു വനസമാനമായ അവസ്ഥയിലേക്ക് എത്തി. ഈ കുഞ്ഞുങ്ങൾ പോകുന്ന വഴികളൊക്കെ തന്നെ സ്ട്രീറ്റ് ലൈറ്റുകളില്ല. കാരണം അതൊരു പൊതു ഇടമായതുകൊണ്ട് തന്നെ, സ്വകാര്യ വ്യക്തികളുടെ ഇടമായതുകൊണ്ട് തന്നെ സ്ട്രീറ്റ് ലൈറ്റുകളില്ല. കുട്ടികൾ പോകുന്ന പാലം എന്ന് പറയുന്നത് കോൺക്രീറ്റ് പോസ്റ്റുകൾ ഇട്ട പാലങ്ങളാണ്. മഴക്കാലമായാൽ അപകടകരമായ സാഹചര്യമാണ്. ഒപ്പം തന്നെ പാമ്പുകളുടെ ശല്യം, ഇഴജന്തുക്കളുടെ ശല്യം, ഇതെല്ലാം അവഗണിച്ച് വെട്ടം പോലും ഇല്ലാത്ത സ്ഥലത്തുകൂടി, അതായത് ഒരു 5-6 മണി കഴിഞ്ഞാൽ ആ തീരദേശത്തുള്ള ആളുകൾക്ക് പുറത്തേക്ക് വരാൻ കഴിയാത്ത രീതിയിൽ അവർ പ്രതിസന്ധി അനുഭവിക്കുന്നു എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട നമ്മൾ ഉയർത്തിയ വിഷയം. അതിൽ തന്നെ ഈ സംഭവം വാർത്ത വന്നതിന് പിന്നാലെ AITUC-യുടെ മത്സ്യത്തൊഴിലാളി യൂണിയൻ സംസ്ഥാന അധ്യക്ഷനായ TJ ആഞ്ചലോസ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. അതിന് തുടക്കം മുതൽ തന്നെ, അതായത് കുറേ നാളുകളായി ഈ വിഷയത്തിൽ, കഴിഞ്ഞ ജൂൺ തൊട്ട് PP ചിത്തരഞ്ജൻ MLAയും ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഇവർ കൺസെന്റ് നൽകാനായി വില്ലിങ് ആവാതെ അവർ ഒഴിഞ്ഞു മാറുന്ന ഒരു രീതിയിലേക്ക് പോകുന്നു. പലതവണ ചർച്ചകൾ നടന്നു, എന്നിട്ടും അവർ അതിനകത്തൊരു മറ്റു രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്താതെ ഇരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. കാരണം വാക്കാൽ കൺസെന്റ് നൽകിയിട്ട് കാര്യമില്ല. ഈ ആസ്തി രജിസ്റ്ററിലേക്ക് ഈ പ്രദേശം ചേർത്ത് കൊണ്ട് അവർക്ക് അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു റോഡ് നിർമ്മിക്കണമെങ്കിലോ അവിടെ ഒരു പാലം നിർമ്മിക്കണമെങ്കിലോ അത് പൊതു ഇടമായി ആസ്തി രജിസ്റ്ററിലേക്ക് മാറ്റപ്പെടുകയും ഒപ്പം തന്നെ അങ്ങനെയുള്ള ഒരിടത്ത് മാത്രമേ ഒരു പദ്ധതി പ്രഖ്യാപിക്കാനായി കഴിയുകയും ചെയ്യുള്ളൂ. അപ്പോൾ അത് നടത്താൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ആളുകൾ സമ്മർദ്ദത്തിലാവുകയും ചെയ്തിരുന്നു. എന്തായാലും നമ്മൾ ഈ വിഷയം അവർക്ക് ഏറ്റവും കൂടുതൽ സമയം നൽകി ന്യൂസ് 18 ഈ വിഷയം പുറത്തേക്ക് കൊണ്ടുവന്ന് നമ്മൾ നിരന്തരം ചർച്ചകൾ ഈ വിഷയം എടുത്തു. ഒപ്പം തന്നെ ഈ ജനങ്ങളുടെ അവസ്ഥ ഇതാണ് എന്ന് പുറം ലോകത്തേക്ക് നിരന്തരം ന്യൂസ് 18 വിളിച്ചു പറയുകയും ചെയ്തു എന്നുള്ളതാണ് എൽദോ. എന്തായാലും നമ്മളുടെ ആ ഒരു ഇടപെടലിന്റെ ഭാഗമായി തന്നെയാണ് ഒരുപക്ഷെ കൂടുതൽ ഈ വിഷയം കൂടുതൽ ഊർജിതമായ ചർച്ചകളിലേക്ക് കടന്നു. ഇത് ആളുകൾക്ക് വഴി കിട്ടാത്തത് വലിയൊരു വിഷയമായി മാറുകയും ചെയ്തു. മാത്രമല്ല, ഈ ഇത്രയും വലിയ വികസനം പ്രഖ്യാപിക്കുമ്പോഴും ഈ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്ന വഴികളൊക്കെ ഇതാണെന്ന് നമ്മൾ കാണിക്കുന്നത് പലരെയും പ്രതിസന്ധിയിലാക്കുന്ന, ഭരണകൂടത്തെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു വിഷയം തന്നെയായിരുന്നു. അപ്പോൾ
ഇതിനകത്ത് അന്ന് ഈ വാർത്ത പുറത്തുവിട്ട് ആദ്യ വാർത്ത പുറത്തുവിട്ട് അന്ന് തന്നെ TJ ആഞ്ചലോസ് മത്സ്യത്തൊഴിലാളി യൂണിയൻ അദ്ദേഹത്തിന്റെ പ്രദേശം കൂടിയാണ്. അദ്ദേഹം പരാതി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് ഉച്ചയ്ക്ക് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. അതിനോടൊപ്പം തന്നെ റവന്യൂ മന്ത്രിയുടെ ഓഫീസും ഈ വിഷയത്തിനകത്ത് കളക്ടർക്ക് അന്വേഷണത്തിന് ഉത്തരവിട്ടു. അത്തരത്തിൽ 2 ഇടപെടലുകൾ അതിനകത്ത് ഉണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും അവിടുത്തെ ജനപ്രതിനിധികളായ PP ചിത്തരഞ്ജൻ അദ്ദേഹം നേരത്തെ ഇതിനകത്ത് ഇടപെട്ടുകൊണ്ടിരുന്ന ഈ കഴിഞ്ഞ കാലയളവിൽ തുടക്കം മുതൽ ഇടപെട്ടുകൊണ്ടിരുന്ന ആളാണ്. ഒപ്പം തന്നെ റിയാസ് അടക്കമുള്ള ജില്ലാ പഞ്ചായത്ത് അംഗം സൈമൺ ഉൾപ്പെടെയുള്ള ബ്ലോക്ക് പഞ്ചായത്ത് അങ്ങനെ ജനപ്രതിനിധികളെ നമ്മൾ ആ പ്രദേശത്തേക്ക് കൊണ്ടുപോയി നമ്മളുടെ സാന്നിധ്യത്തിൽ തന്നെ അവർ ഈ ആളുകളുമായി ഹോട്ടൽ ഉടമകളുമായി ഈ മാരാരി വില്ല പ്രോജക്റ്റ് നടത്തുന്ന ഇപ്പോൾ അത് മാരാരി വില്ല പ്രോജക്റ്റാണ്. അതായത് 7 ഏക്കറിൽ നിന്ന് തുടങ്ങി 25 ഏക്കർ ഇപ്പോൾ ഭൂമി അവർക്ക് സ്വന്തമായി ഉണ്ട്. അപ്പോൾ അവരുമായി ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ജനങ്ങളുടെ സാന്നിധ്യത്തിൽ നമ്മളുടെ സാന്നിധ്യത്തിൽ അവരുമായി അതായത് കമ്പനി അധികൃതരുമായി സംസാരിച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ച അത്തരത്തിൽ ഒരു സംഭാഷണം ഉണ്ടാകുകയും ഈ ജനപ്രതിനിധികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ജനപ്രതിനിധികൾ നേരിട്ടെത്തി അവര് നമ്മളുടെ സാന്നിധ്യത്തിൽ തന്നെ ഈ ജനങ്ങൾക്ക് വഴി വിട്ടു നൽകാം എന്ന് ഉറപ്പായും അതായത് ഇത്തരത്തിൽ ലഭ്യമായിട്ടില്ലെങ്കിൽ കൺസെന്റ് നൽകാൻ അവർ തയ്യാറായില്ലെങ്കിൽ നമ്മൾ തന്നെ ഇടപെട്ട് വഴി നിർമ്മിച്ചിരിക്കുമെന്നുള്ള ഉറപ്പ് ന്യൂസ് 18 കൂടി സാന്നിധ്യത്തിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെ നൽകുന്നു. PP ചിത്തരഞ്ജൻ MLA നിർദ്ദേശവും അദ്ദേഹത്തിന്റെ ഇടപെടലും അതിനകത്ത് ഉണ്ടായിരുന്നു. തുടർന്ന് പിന്നീട് നിയമസഭ കൂടി കഴിഞ്ഞ് അദ്ദേഹം കൂടി വന്നതോടെയാണ് ഇപ്പോൾ ഒരു ചർച്ചയിലേക്ക് അതായത് ചർച്ചയ്ക്കായി ആദ്യം അവരുടെ സ്ഥലത്തേക്ക് ചെല്ലാനാണ് പറഞ്ഞത്. ഇതൊരു വലിയ ഗ്രൂപ്പാണ്. ഒഫീഷ്യലായിട്ട് നമുക്ക് രേഖകളിൽ അവരെ ഇപ്പോൾ രേഖകൾ അവർ രേഖപ്പെടുത്താത്തത് കൊണ്ട് മാത്രമാണ് നമുക്ക് അത് പറയാൻ കഴിയാത്തത്. പക്ഷേ ഇന്ത്യ ഒട്ടൊക്കെ ഇന്ത്യക്ക് പുറത്തുൾപ്പെടെ അറിയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വ്യവസായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുടെ പ്രോപ്പർട്ടിയാണിതെന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള അദ്ദേഹത്തിന്റെ ഈ ആളുകൾ അങ്ങോട്ട് ചെന്ന് ചർച്ച നടത്താനായി പറഞ്ഞത് അത് പറ്റില്ല. ജനപ്രതിനിധികളും ജനങ്ങളുടെയും സാന്നിധ്യത്തിലാണ് ചർച്ച നടത്തേണ്ടത് എന്നുള്ള നിലപാട് PP ചിത്തരഞ്ജൻ ഉൾപ്പെടെ എടുക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ചർച്ച നടന്നത്. ചർച്ച വിജയകരമായി മാറി എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യം. അവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളായ ജനങ്ങൾക്കൊപ്പം തന്നെ ന്യൂസ് 18നെ സംബന്ധിച്ചും ഇന്നൊരു വളരെ സന്തോഷകരമായ ദിവസം തന്നെയാണ്. ചർച്ച വിജയിച്ചു. നമ്മൾ ഒരാഴ്ചക്കുള്ളിൽ തന്നെ MLAയുടെ സാന്നിധ്യത്തിൽ ഉറപ്പ് ലഭിച്ചു. ചർച്ച വിജയകരമാണ്. ഒരു വാർത്ത എങ്ങനെ ഇടപെടലായി മാറുന്നു, എങ്ങനെ നമുക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാം, നിറവേറ്റാം എന്നുള്ളതിനൊക്കെ തെളിവാണ്, ദൃഷ്ടാന്തമാണ് ഈ വിജയം. എന്താണെങ്കിലും ഇനിയും ഇതിന്റെ പദ്ധതിയുടെ ചെലവുകളൊക്കെ എങ്ങനെയാണ് വഹിക്കുക? ഈ റിസോർട്ടിന്റെ ഭാഗത്ത് നിന്ന് സാമ്പത്തികമായിട്ട് ഇടപെടൽ ഉണ്ടാകുമോ? അല്ലെങ്കിൽ ഈ റോഡ് നിർമ്മാണം മാത്രമല്ല, അവിടെ പാലങ്ങൾ നിർമ്മിക്കണം, 3 പാലം എന്നാണ് ബൈറ്റിൽ ആ പൊതു പ്രവർത്തകൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു പദ്ധതി എങ്ങനെ ഉൾപ്പെടുത്തി നടത്തും എന്നാണ് കരുതേണ്ടത്? എൽദോ ഇത് നേരത്തെ തന്നെ ആ വഴിയിൽ പല ഭാഗങ്ങളും പൊതുജനങ്ങൾ 1.5 മീറ്റർ വീതം അവർ വിട്ടു നൽകിയിട്ടുണ്ട്. ചില ഭാഗങ്ങളിൽ 2 ഭാഗത്തും വരുന്നത് പൊതുജനങ്ങളുടെ ഭൂമിയാണ്. അവരിത് നേരത്തെ തന്നെ വിട്ട് ആ വഴികൾ അങ്ങനെ തന്നെ കിടക്കുകയാണ്. ആ സ്ഥലം അങ്ങനെ തന്നെ കിടക്കുന്നത് 5 വർഷത്തിന് മേലായുള്ള പ്രശ്നമാണ്. അപ്പോൾ ഈ ജനങ്ങൾ വിട്ടു നൽകിയിട്ടുള്ള വഴികളുണ്ട്. പിന്നെ ഒരു എൻഡിലേക്ക് വരുമ്പോൾ റിസോർട്ടിന്റെ ഭൂമി അവർ വിട്ടു നൽകേണ്ടതുണ്ട്. അത് തന്നെ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. 25 ഏക്കർ വരുന്ന ഭൂമിയിൽ തീരദേശവാസികളായ മത്സ്യത്തൊഴിലാളികൾ ഉണ്ടായിരുന്നു. അവര് പരമ്പരാഗതമായി ഉപയോഗിച്ചിരുന്ന വഴി അവർക്ക് ഏത് ഭൂമി ഇടപാട് നടത്തുമ്പോഴും വിട്ടു നൽകേണ്ടതാണ്. അങ്ങനെ വിട്ടു നൽകിയിരുന്നെങ്കിൽ ആ റിസോർട്ടിനെ കീറിമുറിച്ച് ആ ഭൂമിയെ കീറിമുറിച്ച് പലയിടങ്ങളിലും വഴികൾ വന്നേനെ. പക്ഷേ ആ വഴികളൊന്നും അത്തരത്തിലുള്ള യാതൊരുവിധ സമര രീതികളിലേക്കോ പ്രതിഷേധങ്ങളിലേക്കോ ആ മനുഷ്യർ പോയില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അവർ പറഞ്ഞത് ഒരു നല്ല പ്രോജക്റ്റ് ആ തീരദേശത്ത് വരുന്നുണ്ടെങ്കിൽ അവർ അതിനെ അംഗീകരിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഞങ്ങൾക്ക് കിട്ടേണ്ട അടിസ്ഥാനപരമായ വഴി എന്നുള്ളത് വേണം എന്നുള്ളതായിരുന്നു അവർ ഉന്നയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തെക്കേ ഭാഗത്ത് അതായത് റിസോർട്ടിന്റെ തെക്കേ അതിര് വരുന്ന ഒരു ഭാഗം പൊഴിയാണ്. അതായത് ഇതിന്റെ വടക്കേ അതിരെന്ന് പറയുന്നത് മനോഹരമായ മാരാരിക്കുളത്ത് പൊള്ളയത്തെ പൊഴിയാണ്. അപ്പോൾ അതൊരു പ്രൈവറ്റ് എൻഡ് പോലെ ഈ റിസോർട്ടിന് കിടക്കുവാണ്. അവരുടെ തീരദേശം വരെ അതായത് ആ കടപ്പുറം ആ ബീച്ച് വരെ അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി പോലെ കിടക്കുകയാണ്. അപ്പോൾ അതിനൊന്നും പ്രതിഷേധിക്കുകയോ അവർ വർഷങ്ങളായി ഉപയോഗിച്ചിരുന്ന മത്സ്യബന്ധന ഇടങ്ങൾ അവർക്ക് വേണമെന്നൊന്നും അവിടുത്തെ മനുഷ്യർ ഇടപെടുന്നില്ല. പക്ഷേ അതിനിപ്പുറത്തേക്ക് ഈ തെക്കേ എൻഡിനിപ്പുറത്തേക്ക് ഉള്ള മനുഷ്യരുണ്ട്. അപ്പൊ അവർക്ക് വഴി എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി ശരണ്യ, എന്നാലും അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടലായിരുന്നു ശരണ്യ സ്നേഹജന്റെ ഭാഗത്ത് നിന്ന്. നമ്മുടെ ആലപ്പുഴ പ്രതിനിധിയാണ്. അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മൾ ഇപ്പോൾ മറ്റൊരു ബൈറ്റിലേക്ക് പോകേണ്ടതുണ്ട്, അതുകൊണ്ടാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.